ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്ന് ഉത്തരവില്ല. സർക്കാർ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടില്ല. വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പുറത്തുവിടുന്നതിനെതിരെ ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ടെന്ന് വിവരാവകാശ കമ്മീഷൻ. പരാതി പരിഹരിച്ച ശേഷം ഉത്തരവിറക്കും. എസ് ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ഇന്നലെ മുതൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ന് ആ പ്രസക്ത ഭാഗങ്ങൾ, വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്ന് തന്നെയാണ്. വിവരാവകാശം നൽകിയ മാധ്യമ പ്രവർത്തകർക്കായിരിക്കും ആദ്യം ഈ റിപ്പോർട്ടിലെ മറ്റ് ഭാഗങ്ങൾ കൈമാറുക എന്നുള്ള കാര്യവും പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇന്ന് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകില്ല. കാരണം ഇതിനെതിരെ ഒരു പരാതി കൂടി ലഭിച്ച സാഹചര്യത്തിൽ ഇതുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ പ്രസക്ത ഭാഗങ്ങൾ, സർക്കാർ സ്വമേധയാ വെട്ടിമാറ്റിയ ഭാഗങ്ങൾ പുറത്തുവിടുക, അല്ലേ? ദേവിക, ചില കൊമേഴ്ഷ്യൽ സിനിമകളിൽ നമ്മൾ കാണാറുണ്ട് അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ. അതേപോലെ തന്നെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് മുൻപിൽ എത്തിയ അന്ന് മുതൽ തുടങ്ങിയ ട്വിസ്റ്റുകൾ ഈ അവസാന മണിക്കൂറിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗിക ഉത്തരവ് പുറത്തുവരുമെന്നുള്ളതായിരുന്നു കമ്മീഷൻ നേരത്തെ അറിയിച്ചിരുന്നത്. ആ ഉത്തരവ് ഇങ്ങനെയാണ്. അതായത് ഈ സർക്കാർ വെട്ടിമാറ്റി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന് പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ആ ഭാഗങ്ങൾ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ആ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇന്ന് കമ്മീഷൻ ഉത്തരവ് പുറത്തിറക്കുമെന്നുള്ളതായിരുന്നു. ഇത് അപ്പീൽ നൽകിയ 5-ലധികം വരുന്ന മാധ്യമപ്രവർത്തകരെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ മാധ്യമപ്രവർത്തകരടക്കം ഇവിടെ ഈ രേഖ വാങ്ങാനടക്കം വരികയും ചെയ്തിരുന്നു. പക്ഷേ ഈ അവസാന നിമിഷമാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വിടരുത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്ന് പുറത്തിറക്കരുത് എന്ന രീതിയിൽ ഒരു പരാതി കൂടി കമ്മീഷന്റെ മുൻപിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ച് അത് ഓഗസ്റ്റ് 19-ാം തീയതി അടക്കം അത് പുറത്തുവിടാനായി തീരുമാനിക്കുന്ന സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു. ഒരു ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ആ ഹർജി പിന്നീട് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. വീണ്ടും തീയതി മാറ്റിവെക്കണമോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നു. അത് വിവാദങ്ങളാകുന്നു. സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു. പിന്നീട് ചില ഭാഗങ്ങൾ ഒഴിവാക്കി, അതായത് വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളടക്കം വരുന്ന ചില ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതിയും RTയും അടക്കം എത്തുന്ന ഒരു സാഹചര്യം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് സാംസ്കാരിക വകുപ്പ് ചില ഭാഗങ്ങൾ, ഏകദേശം പ്രമുഖരുടെ അടക്കമുള്ള പേരുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തെളിവുകൾ സഹിതം ഹേമ കമ്മീഷന് മുൻപാകെ പരാതി നൽകിയിട്ടുണ്ട്, മൊഴി നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ആ വിവരങ്ങൾ അടക്കം അടങ്ങിയ ഭാഗങ്ങൾ പുറത്തുവിടാതെ മറ്റ് ചില ഭാഗങ്ങൾ പുറത്തുവിടാമെന്ന് സർക്കാർ തീരുമാനിക്കുകയും സാംസ്കാരിക വകുപ്പ് അത് പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും അത് അപ്പീൽ പോവുകയും മാധ്യമപ്രവർത്തകരും അപേക്ഷകരും അടക്കമുള്ളവർ അപ്പീൽ നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് അതിൽ 2 തവണയിലധികം ഹിയറിംഗ് നടന്നിരുന്നു. ആ ഹിയറിംഗിലും മാധ്യമപ്രവർത്തകരെയും അപേക്ഷകരെയും ഒക്കെ തന്നെ RTI കേട്ടിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കാമെന്നുള്ള ധാരണയിലേക്കും തീരുമാനത്തിലേക്കും എത്തിയത്. ആ ഉത്തരവാണ് ഇന്നുണ്ടാകില്ല എന്നുള്ള സുപ്രധാന വിവരം ഇപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അദ്ദേഹം അറിയിക്കുന്നത് ഇത്തരത്തിലാണ്. ഒരു പരാതി കൂടി ലഭ്യമായിട്ടുണ്ട് കമ്മീഷന് മുൻപാകെ. ആ പരാതി കൂടി പരിശോധിച്ച ശേഷം പരിഹരിച്ച ശേഷമായിരിക്കും ഇത് പുറത്ത് വിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ആരാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്, ആരാണ് ഈ പരാതിക്കാരി, എന്താണ് ഇതിന്റെ പരാതിയുടെ ഉള്ളടക്കം, ഇതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ രേഖാമൂലം ഈ പരാതി എന്താണെന്നും ഏത് സാഹചര്യത്തിലാണ് ഈ പരാതി വന്നതും ആരാണ് പരാതിക്കാരി എന്നുള്ള വിവരം ഈ മാധ്യമപ്രവർത്തകരടക്കമുള്ള 5 അപേക്ഷകർക്ക് ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. ആർക്കൊക്കെയോ ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്നുള്ള തുടക്കം മുതലുള്ള ആ പിടിവാശി അത് ഈ അവസാന മണിക്കൂറിലും തുടരുകയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2019-ലാണ് ഈ ഒരു റിപ്പോർട്ട്, 2019 ഡിസംബറിലാണ് ഈ ഒരു റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മുൻപിലേക്ക് എത്തുന്നത്. ഏകദേശം 5 വർഷത്തോളം അത് അടയിരുന്നതിന് ശേഷമാണ് പിന്നീട് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വന്നപ്പോഴും അതിൽ പല കാര്യങ്ങളും ഹൈഡ് ചെയ്താണ് പുറത്ത് വന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ആ ഹൈഡിങ് ഈ നിമിഷവും ഇവിടെ തുടരുകയാണ്. എന്തായാലും ഈ പരിഹാരം അല്ലെങ്കിൽ പരാതി പരിഹരിച്ച ശേഷമായിരിക്കും ഔദ്യോഗികമായി ഇതിലൊരു തീരുമാനം ഉണ്ടാവുക. എന്നാലും നിലവിൽ ഇന്ന് ഇത് സംബന്ധിച്ച് ഉത്തരവ് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വരില്ല എന്നുള്ളതാണ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ അപേക്ഷകർ ചർച്ച ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. എന്തായാലും ആർക്കൊക്കെയോ എന്തൊക്കെയോ വ്യക്തി താല്പര്യങ്ങൾ ഈ റിപ്പോർട്ടിന്മേലുണ്ട്, സർക്കാരിനുമുണ്ട്. കാരണം വെട്ടിമാറ്റിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇന്ന് പുറത്തു വരില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ ഒരു പരാതി കൂടി പോയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ ഭാഗങ്ങൾ പുറത്തുവിടുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്.